നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രേഖകളില്ലാതെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. കൊല്ലം വെളിച്ചിക്കാലയിലെ സ്വകാര്യ സ്കൂൾ ബസ്സാണ് പിടികൂടിയത്. ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ വീടുകളിലെത്തിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി 27 സെന്റ് വസ്തു നൽകി വാളകം സ്വദേശിനി. 5 കുടുംബങ്ങൾക്കായാണ് വസ്തു നൽകിയത്. അഞ്ചലിൽ മന്ത്രി KN ബാലഗോപാൽ ഭൂമിയുടെ രേഖകൾ കൈമാറി. തൊടിയൂർ ദേശായി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അക്ഷരോത്സവം. അടുത്ത വർഷം ഗ്രന്ഥശാല 80ാം വാർഷികം ആഘോഷിക്കും. 2 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. രേഖകളില്ലാതെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി വീടുകളിലെത്തിച്ചു. കൊല്ലം വെളിച്ചിക്കാലയിലെ സ്വകാര്യ സ്കൂൾ ബസ്സാണ് രേഖകളില്ലാതെ വിദ്യാർത്ഥികളുമായി പോയത്. വെളിച്ചിക്കാലയിലെ ഒരു സ്വകാര്യ പ്രീ പ്രൈമറി സ്കൂളിലെ വാനാണ് കൊല്ലം RTO എൻഫോഴ്സ്മെന്റ് പിടികൂടിയത്. ഡ്രൈവർക്ക് സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിനാൽ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ റാംജി കെക്കരൻ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത ശേഷം സ്കൂൾ ബസ് ഡ്രൈവ് ചെയ്ത് വിദ്യാർത്ഥികളെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു. ഈ വാഹനത്തിന് നികുതിയും അടച്ചിരുന്നില്ല. റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. നിയമവിരുദ്ധമായി ബാനറുകളും പരസ്യങ്ങളും പതിച്ച നിരവധി വാഹനങ്ങൾക്ക് താക്കീത് നൽകി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നജുമലും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ കറവൂരിന് സമീപത്തായിരുന്നു അപകടം. യാത്രക്കാർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊക്കയിലേക്ക് മറിഞ്ഞ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. നിലവിൽ കറവൂർ മുതൽ അരിമുക്ക് വരെ FDR ടെക്നോളജിയിൽ റോഡ് പണി നടന്നു വരികയാണ്. അപകട മുന്നറിയിപ്പ് ഫലകങ്ങൾ എങ്ങും സ്ഥാപിച്ചിട്ടുമില്ല. റോഡ് പണി നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നു പോകുന്നത്. വളവുകളും കൊക്കയും നിറഞ്ഞ റോഡിൽ ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് അപകട സാധ്യത കുറയ്ക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ നടത്തി. ഓച്ചിറ കിഴക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത്. വയനകത്തു നിന്നും ആരംഭിച്ച ജാഥ വലിയകുളങ്ങര പള്ളിമുക്കിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ ഓച്ചിറ കിഴക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. വയനകം ജംഗ്ഷനിൽ കാൽനട പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം CPM ശൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N അനിൽകുമാർ നിർവഹിച്ചു. വികസന നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മാറി മാറി വന്ന് ഇടതുപക്ഷ ഗവൺമെന്റുകൾ സമ്മാനിച്ചതാണ് കേരളത്തിന്റെ ഇന്ന് കാണുന്ന എല്ലാ മുന്നേറ്റങ്ങൾ. സ്കൂളുകൾ എന്ന് നമുക്കറിയാം. ഇന്നത്തെ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളും സ്കൂളുകളും. ആശുപത്രികൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ആശുപത്രികളിൽ വലിയ ബിൽഡിങ്ങുകൾ, ഡോക്ടർമാർ, നഴ്സുമാർ, മരുന്നുകൾ. ജാഥ ക്യാപ്റ്റൻ ഹാരിസ് പ്രവീണിന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നടത്തിയത്. K സുഭാഷ്, ബാബു കൊപ്പാറ, അഖിൽ സോമൻ, അഭിരാമി, ആര്യബാബു, യൂഷാനവാസ്, കേശരിൻ, KR ശശികുമാർ, ജഗന്നാഥൻ വേണാട്ട്, ദേവാനന്ദ്, H യൂസഫ്, മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വലിയകുളങ്ങര പള്ളിമുക്കിലാണ് കാൽനട ജാഥ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി 27 സെന്റ് വസ്തു 5 കുടുംബങ്ങൾക്ക് നൽകി. വാളകം സ്വദേശിനി അഖില റെജിയുടെ കുടുംബമാണ് വസ്തു നൽകിയത്. അഞ്ചലിൽ മന്ത്രി KN ബാലഗോപാൽ ഭൂമിയുടെ രേഖകൾ കൈമാറി. അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി നൽകിയ 27 സെന്റ് വസ്തുവിന്റെ ആധാരം നിർധനരായ 5 കുടുംബങ്ങൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കൈമാറി. വാളകം ആക്കാട്ട് റെജി വിലാസത്തിൽ അഖില റെജിയുടെ കുടുംബമാണ് പുതിയൊരു നന്മ മാതൃക തീർത്തത്. ഉമ്മന്നൂർ, കുമ്പ്രാങ്കോണം, അണ്ടൂർ, കൈതളാവ്, വാളകം, തലച്ചിറ, വാളകം ഇടയം കോളനി എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് സ്ഥലം നൽകിയത്. 2023 ഡിസംബർ 30 പനി ബാധിച്ച് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അഖില റെജിയുടെ മരണം. ഭൂരഹിതരില്ല കേരള സൃഷ്ടിക്കായി പ്രയത്നിക്കുന്ന സർക്കാരിന് മനസ്സോടെ ഇത്തിരി മണ്ണ് ക്യാമ്പയിനിലൂടെ ഒട്ടേറെ പേർ ഭൂമി നൽകി. അത്തരം നന്മ മനസ്സുകൾക്ക് പ്രചോദനമാണ് റെജിയുടെ കുടുംബം കാട്ടിയ മാതൃകയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്ന കുട്ടിയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ പഠിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തനത്തിനൊക്കെ വരികയും അച്ഛന്റെയും കുടുംബത്തിന്റെയും മാതൃക ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊതു കാര്യങ്ങൾക്ക് വരികയും എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാതിരിക്കുന്ന രീതിയല്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ എത്താത്ത ആളുകൾക്കും എല്ലാവർക്കും വേണ്ടി റെജിയെയും കുടുംബത്തിനെയും അങ്ങേയറ്റം സന്തോഷത്തോടെ ഇങ്ങനൊരു കാര്യത്തിന് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും.
സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ദേവരാജൻ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടത്തി. രാഷ്ട്രീയ ബാലപുരസ്കാർ ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് കെ സേതുമാധവന്റെ അധ്യക്ഷതയിലാണ് സ്കൂൾ വാർഷികം നടന്നത്. പ്രതിഭകളെ ആദരിക്കലും കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ദിജു നിർവഹിച്ചു. കവി അടുതല ജയപ്രകാശ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് രാഖി, സ്കൂൾ ലീഡർ സയ്യിദ് ബാസിൽ ചിസ്തി, ഡെപ്യൂട്ടി ലീഡർ PS അദ്വൈത്, സജീന റഹീം, ഷീല, കെ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡി പ്രമോദ് കുമാർ സ്വാഗതവും പ്രഥമാധ്യാപിക എൽ കമലമ്മയമ്മ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. BRCയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ത്രിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ മികച്ച സംരംഭകരെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഐഡിയ 23 എന്ന പേരിലാണ് ചവറയിൽ ക്യാമ്പ് നടത്തിയത്. ചവറ BRCയുടെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ മനോഭാവ വികാസത്തിനായി ത്രിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഐഡിയ 23 എന്ന പേരിലായിരുന്നു ക്യാമ്പ്. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി രൂപപ്പെടുന്ന വൈജ്ഞാനിക സമൂഹ നിർമ്മാണ പ്രക്രിയയിൽ മികച്ച സംരംഭകരെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. പല സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് വെച്ചേക്കുന്ന പിന്നീട് 15 വർഷത്തിന് ശേഷം, ഒരുപാട് കാലഘട്ടത്തിന് ശേഷമല്ല, 15 വർഷത്തിന് ശേഷം ഞാൻ കാണുകയുണ്ടായി. അന്ന് ഈ സ്ഥാപനത്തിൽ പലരും ജോലി ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ പണി? അത് ഡേറ്റ എൻട്രിയാണ്. പല രാജ്യത്തെയും ബില്ലുകളുടെ എൻട്രി ഞാനിവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് തുച്ഛമായ കാശാണ് അവിടെ പോകുന്നവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബാബു മുഖ്യാതിഥിയായി. ഞാൻ ശരിയാണ്, നിങ്ങൾ തെറ്റാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. നിങ്ങൾ ഒരിക്കലും ശരിയാവില്ല എന്ന് പറയും. അമ്മ ഒരിക്കലും ശരിയാവില്ല, എപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ നമുക്കുള്ളത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം നമ്മൾ കടന്നു വന്ന 4 ആറ്റിറ്റ്യൂഡുകളിൽ 3 ആറ്റിറ്റ്യൂഡും നെഗറ്റീവാണ്. അതായത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ട്രെയിനർ ജി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാകരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയ്യം, കൺസ്ട്രക്ഷൻ അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ, അധ്യാപക പരിശീലക മേരി ഉഷ, റിസോഴ്സ് പേഴ്സൺമാരായ അനിൽകുമാർ ജി, വിനോദ് കുമാർ R, S ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ശാസ്താംകോട്ട തടാക ദുരന്തമുണ്ടായിട്ട് 42 വർഷം. തടാകത്തിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞ 24 പേരുടെ ഓർമ്മകളുമായി തടാകത്തിൽ ദീപങ്ങൾ ഒഴുക്കി. നമ്മുടെ കായൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഓർമ്മ ദിനം ആചരിച്ചത്. 42 വർഷം മുമ്പ് തോണികൾ മറിഞ്ഞ് ആഴങ്ങളിൽ പൊലിഞ്ഞ 24 പേരുടെ മരിക്കാത്ത ഓർമ്മകളുടെ വെട്ടവുമായി ദീപങ്ങൾ ഒഴുക്കി ശാസ്താംകോട്ട തടാക ദുരന്തത്തിന്റെ വാർഷികം നടത്തി. നമ്മുടെ കായൽ കൂട്ടായ്മ നടത്തിയ അനുസ്മരണ സമ്മേളനം കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം നമ്മൾ ഇവരെ ഓർക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു, ഇവിടെ അവരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു മഹാസ്തൂപം പണിയണം എന്നുള്ളത്. അതിന് MLA ഫണ്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് വേറൊരു പ്രോജക്റ്റ് വെച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത്. എന്തായാലും അത് വളരെ സന്തോഷമാണ്. അത് പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ ദിനത്തിന് മുമ്പ് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അതുകൂടി ഓപ്പൺ ചെയ്യാൻ കഴിയാതിരുന്നു പോയത്. തീർച്ചയായിട്ടും ഈ വേദനിക്കുന്ന നിമിഷം ഇപ്പോഴും നമ്മെ നടുക്കുന്നതാണ്. മുൻ MP K സോമപ്രസാദ് ദീപങ്ങൾ തെളിയിച്ചു. നാനാ മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ
വന്ന് ആശ്രയിക്കുന്ന ഒരു ചന്തയാണ് ശാസ്താംകോട്ട ചന്ത. മാത്രമല്ല ഈ മകരമാസമൊക്കെ ആകുമ്പോൾ ശാസ്താംകോട്ട ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അയ്യപ്പന്മാർ സാധാരണ ഇവിടെ വന്ന് ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് പോകാറുള്ളത്. കായൽ കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുമാരനാശാൻ ഇതേ ദിവസം തന്നെയാണ് മരണപ്പെട്ടത്. അതിന്റെ 100ാം വാർഷികം കൂടിയാണെന്ന്. കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന റെഡ്ബീർ എന്ന് പറയുന്ന ബോട്ട് തൃക്കുന്നപ്പുഴയ്ക്കും തോട്ടപ്പള്ളിക്കും ഇടയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയും പല്ലന ആറ്റിൽ രാത്രിയിൽ ഏകദേശം 12 മണിയോടെടുക്കുമ്പോൾ ആ ബോട്ട് മറിയുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ അൻസർ ഷാഫി, സനൽകുമാർ, തുണ്ടിൽ നൌഷാദ്, ആർ സുന്ദരേശൻ, എം രജനി, ഗുരുകുലം രാകേഷ്, പ്രകാശിനി, ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ പിള്ള, ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയചന്ദ്രൻ നായർ, കായൽ കൂട്ടായ്മ പ്രവർത്തകരായ സന്തോഷ്, സുനിൽ, കപിൽ, മോനി, സിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തൊടിയൂർ ദേശായി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അക്ഷരോത്സവം സംഘടിപ്പിച്ചു. അടുത്ത വർഷം ഗ്രന്ഥശാല 80 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി 2 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായാണ് അക്ഷരോത്സവം നടത്തിയത്. തൊടിയൂർ തഴവ മഹാദേവ ദേശായി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ദേശായി അക്ഷരോത്സവം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം എം ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. ചെകുത്താന്റെ നാട്ടിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഈ മഹാരഥന്മാരെല്ലാം വഹിച്ച പങ്കിനെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഇന്നത്തെ സവിശേഷതയും അത് തന്നെയാണ്. ഇവിടെ ബഹുമാന്യായ ശ്രീ ഏഴാച്ചേരി പറഞ്ഞതുപോലെ റിഡീമർ വോട്ടപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മഹാകവി കുമാരനാശാൻ നഷ്ടപ്പെട്ടതിന്റെ 100ാം വാർഷിക ദിനം കൂടിയാണ്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നൊരു നാടിന്റെ അവസ്ഥയെ ദുരവസ്ഥയായി ചിത്രീകരിച്ച മഹാനായ അനശ്വരനായ കവി കുമാരനാശാൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന്റെ 100ാം വാർഷിക ദിനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ പോണാൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു നിർവഹിച്ചു. സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മനസ്സിൽ സ്നേഹത്തിന് ശ്രീകൃഷ്ണന്റെ രൂപമുണ്ടാവാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ക്രിസ്തുദേവന്റെ രൂപമുണ്ടാവാം, അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കാം, അതും നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. പക്ഷെ ഇതിന്റെ എല്ലാം അന്തർധാര, ഈ ദേവതാ സങ്കല്പങ്ങളുടെ എല്ലാം തന്നെ അന്തർധാര എന്ന് പറയുന്നത് സ്നേഹമാണ്. കവി ഏഴാച്ചേരി രാമേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. നല്ല പാട്ടുകൾ ഉണ്ടായത്, നല്ല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്, CV രാമൻ അന്താരാഷ്ട്ര പ്രശസ്തനായി പുരസ്കൃതനായത്, ഇതെല്ലാം ഈ 40കൾ 50കൾ 60കളുടെ പകുതി വരെയുള്ള ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നുവല്ലോ. KPACയുടെ ഉദയം, കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഉദയം, ചങ്ങനാശ്ശേരിയിലെ ചാച്ചപ്പൻ എന്ന് പറയുന്നയാൾ നടത്തിയിരുന്ന ഗീതാ തിയേറ്റേഴ്സിന്റെ ഉദയം, KPAC സുലോചന, ONV കുറുപ്പ്, വയലാർ, V ഭാസ്കരൻ, തിരുനെല്ലൂർ കരുണാകരൻ, കമ്മ്യൂണിസ്റ്റ് കവികളായിട്ടുള്ള ചുവന്ന ദശകം, അവർ സൃഷ്ടിച്ച ചുവന്ന ദശകത്തിന്റെ ഉദയം, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. അവിടുന്ന് മെല്ലെ മെല്ലെ വന്ന് 90കൾ മുതൽക്ക് ഇങ്ങോട്ട് പരിശോധിച്ചാൽ മെല്ലെ മെല്ലെ കൗണ്ട് ഡൗൺ തുടങ്ങി എന്നുള്ളത് നിഷ്പക്ഷമതികൾക്ക് സമ്മതിക്കേണ്ടി വരും. പരിപാടിയിൽ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V വിജയകുമാർ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ, സുധീർ കാരിക്കൽ, B സുശീലയമ്മ, K സോമചന്ദ്രൻ, അഡ്വക്കേറ്റ് GB ഉണ്ണിത്താൻ, ബീന തമ്പാൻ, ആശാ രഘുനാഥ, G മഹേശ്വരി, S ആരോമൽ, ആദിത്യൻ, അശോക് കുമാർ ഇല്ലിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം പള്ളിമുക്ക് യൂണിറ്റ് വ്യാപാര ഭവന്റെ വാർഷികവും സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ കാർഡ് വിതരണവും നടത്തി. കൊല്ലം ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം പള്ളിമുക്ക് യൂണിറ്റ് പ്രസിഡന്റ് A അൻസാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ K എബ്രഹാം വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കേക്ക് മുറിച്ച് നിർവഹിച്ചു. ഓരോ വർഷവും ഈ വ്യാപാര ഭവന്റെ ആഘോഷം അല്ലെങ്കിൽ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്ത സുദിനം ആഘോഷിക്കുന്ന ഒരു പരിപാടി, അത് സത്യത്തിൽ പള്ളിമുക്ക് യൂണിറ്റിനെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്റെ യൂണിറ്റ്, കടപ്പാക്കട യൂണിറ്റ്, അത് 2000-ലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷെ ഇന്നുവരെ അതിന്റെ ആ ഓപ്പൺ ചെയ്ത ഒരു ദിവസം അല്ലെ ആ ഒരു ദിനം നമ്മൾ ആഘോഷിച്ചിട്ടുള്ളതാണ് എന്റെ വസ്തുത. അതുകൊണ്ട് തന്നെ 8ാമത്തെ വർഷവും ആഘോഷിക്കുന്ന ആ ഒരു നല്ല സംവിധാനം നടപ്പിലാക്കുന്ന പള്ളിമുക്ക് യൂണിറ്റിന്
ആദ്യമേ തന്നെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അംഗത്വ കാർഡ് വിതരണം സമിതി കൊല്ലം മേഖലാ പ്രസിഡന്റ് ബി രാജീവും മേഖലാ ട്രഷറർ AK ജോഹറും ചേർന്ന് നിർവഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി A ഷാനവാസ് സ്വാഗതവും ട്രഷറർ നഹാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്. യൂത്ത് കോൺഗ്രസ് കൃഷ്ണപുരം മണ്ഡലം കൺവെൻഷൻ നടത്തി. മണ്ഡലം ഭാരവാഹികൾ കൺവെൻഷനിൽ ചുമതലയേറ്റു. കൃഷ്ണപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ കോൺഗ്രസ് ഭവനിൽ നടത്തി. KPCC സെക്രട്ടറി N രവി ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ഇത്തവണ കഴിഞ്ഞ തവണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വിപുലമായ പരിപാടികളാണ് എല്ലാ മണ്ഡലങ്ങളിലും ഈ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നത്. കാരണം പരമാവധി കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ അറിയിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇവിടെ ഇത്രയും പേര് പങ്കെടുത്തെങ്കിലും അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും പേരെങ്കിലും ആശാരാജ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ പത്തിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. അഫ്സൽ പ്ലാമൂട്ടിൽ, ചിറപ്പുറത്ത് മുരളി, K നാസർ, നവാസ് വലിയ വീട്ടിൽ, ആസിഫ് സെലക്ഷൻ, ദീപക് എരുവ, ഷമീം ചീരാമത്ത്, സാജിദ് ഷാജഹാൻ, ആര്യ ബോബൻ, കൃഷ്ണ അനു, മേഘ രഞ്ജിത്ത്, സുറുമി ഷാഹുൽ, തണ്ടളത്ത് മുരളി, പത്മകുമാർ, PJ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ട അനുരാജ് S, വൈസ് പ്രസിഡന്റുമാരായ സിയാന മോൾ, രമേശ് കൈപ്പള്ളി എന്നിവർ കൺവെൻഷനിൽ ചുമതല ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. തേവലക്കര കോവൂർ വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. ഉത്രട്ടാതി മഹോത്സവത്തിന്റെയും പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും സമാപനം കുറിച്ചാണ് പൊങ്കാല നടന്നത്. തേവലക്കര അരനെല്ലൂർ കോവൂർ ഉതിരിമല വനദുർഗാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. ക്ഷേത്രത്തിൽ നടന്നുവന്ന ഉത്രട്ടാതി മഹോത്സവത്തിന്റെയും പ്രതിഷ്ഠാവാർഷികത്തിന്റെയും സമാപന ദിവസമാണ് ഉതിരിമല പൊങ്കാല നടത്തിയത്. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. പൊങ്കാലയ്ക്ക് മുന്നോടിയായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ശയന പ്രദക്ഷിണം എന്നിവയും നടന്നു. പൊങ്കാലയ്ക്കു ശേഷം പറ വഴിപാട് നടത്തി. ന്യൂസ് ബ്യൂറോ, തേവലക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. രേഖകളില്ലാതെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. കൊല്ലം വെളിച്ചിക്കാലയിലെ സ്വകാര്യ സ്കൂൾ ബസ്സാണ് പിടികൂടിയത്. ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ വീടുകളിലെത്തിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി 27 സെന്റ് വസ്തു നൽകി വാളകം സ്വദേശിനി. 5 കുടുംബങ്ങൾക്കായാണ് വസ്തു നൽകിയത്. അഞ്ചലിൽ മന്ത്രി KN ബാലഗോപാൽ ഭൂമിയുടെ രേഖകൾ കൈമാറി. തൊടിയൂർ ദേശായി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അക്ഷരോത്സവം. അടുത്ത വർഷം ഗ്രന്ഥശാല 80ാം വാർഷികം ആഘോഷിക്കും. 2 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.